എവരി വൺ, കുറച്ച് നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ഈവനിങ് കുഞ്ഞു വീഡിയോ ആണ്. എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചെല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്ലീനിങ് പരിപാടിയെല്ലാം തുടങ്ങി. ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. വിരിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വൃത്തിയാക്കാൻ. ജസ്റ്റ് ഒന്നെല്ലാം അടുക്കി പെറുക്കി വെച്ച് അങ്ങനെ ഫ്രഷായി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ചായക്ക് നമ്മൾ മുട്ട ദോശയാക്കാമെന്നില്ല പ്ലാനിങ്ങിലായി. അങ്ങനെ നമ്മൾ കടയിൽ പോയി മുട്ടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. ഒന്നുമില്ല കാര്യമായിട്ട്, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന തന്നെയായിരിക്കും ജസ്റ്റ് മുട്ട ദോശ എങ്ങനെയാണെന്നുള്ളത്. നമ്മളെ ഫേവറേറ്റ് ആണത്. അങ്ങനെ അതിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങി. മുട്ടയൊക്കെ പൊട്ടിച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം മുറിച്ചിട്ട് അതിലൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുട്ട ദോശയാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ യൂട്യൂബിൽ നിന്ന് കണ്ടത് തന്നെയാണ്. ആരതാണെന്ന് എനിക്കത്ര ഓർമ്മയില്ല. ഒരു തവണ ആക്കി നോക്കിയാലും ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അധിക ടൈം ഇതാക്കലുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ദോശക്ക് എക്സ്ട്രാ കറിയൊന്നും വേണ്ട. ഇതങ്ങനെ ദോശേൻ്റെ മേലെ അങ്ങനെ ഒഴിച്ച് കുറച്ച് മസാലയും അതുപോലെ തന്നെ സോസും സ്പൈസിയാണ് തിന്നാൻ വേണ്ടിയിട്ട്. ദോശക്കൊരു എക്സ്ട്രാ കറിയാക്കാൻ മടിയുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ ഇങ്ങനെയുള്ളൊരു പണിയാണ് എടുത്ത് വെക്കൽ. ഇതെനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. വലിയൊരു മുട്ട ദോശയൊന്നും അല്ലെങ്കിലും എൻ്റെതായ രീതിയിലൊരു ചെറിയൊരു മുട്ട ദോശയാണ് ഇത്. അങ്ങനെ നമ്മൾ ദോശ കുറച്ചൊരു വെന്ത് കഴിഞ്ഞതിന് ശേഷം മുട്ട അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കൽ. മുട്ട കുറച്ചൊന്ന് ആയതിന് ശേഷം സോസും അതുപോലെ തന്നെ മസാലപ്പൊടിയും ആഡ് ചെയ്യും. ലാസ്റ്റ് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യും. ഇവിടെ മല്ലിച്ചപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇതിൻ്റെ മുകളിൽ ഇടാത്തത്. ദോശ അതുപോലെ തന്നെ നമുക്ക് മറിച്ചിടണ്ട. കുറച്ച് വെന്തതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് രണ്ട് സൈഡും ഇങ്ങനെ മടക്കി എടുക്കും. ഇത് എൻ്റേതായ രീതിയിൽ കുഞ്ഞു മുട്ട ദോശയാണ്. ഇന്നത്തെ ഈവനിങ് ഇത്രയൊക്കെ ഉള്ളൂ.